ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ശിഷ്യന്മാരായ പത്രോസിനോടും യോഹന്നാനോടും കല്ലറ ശൂന്യമായി കിടക്കുന്നുവെന്ന് ചെന്നറിയിച്ചു. അതുകൊണ്ട് പത്രോസും യോഹന്നാനും കല്ലറയിലേക്ക് ഒന്നിച്ചോടി. യോഹന്നാൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. അവൻ്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ആദ്യം കല്ലറയ്ക്കലെത്തിയ യോഹന്നാനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ട് വിശ്വസിച്ചു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ പ്രവാചകന്മാർ നടത്തിയ പ്രവചനങ്ങളിലൂടെ കർത്താവ് തൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ടതിന് ശേഷം 2 തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. കേട്ടിട്ട് ആശ്ചര്യപ്പെടുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു കൂട്ടം, സുവിശേഷം കേട്ട് അനുസരിക്കുന്ന മറ്റൊരു കൂട്ടരും ഇന്ന് ലോകത്തിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടപ്പോൾ ചിലർ നമസ്കരിച്ചു, ചിലരോ സംശയിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.